നമുക്കിന്ന് പരിപ്പ് പായസം ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഒരു 1/4 കിലോ പരിപ്പാണ് ഞാൻ എടുത്തേക്കണത്. എന്നിട്ട് അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവണ വരെ ഒന്ന് വറുക്കണം. പിന്നെ അത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കുക കേട്ടോ. ഞാനത് കാണിക്കാനായിട്ട് വീഡിയോ പിടിക്കാനായിട്ട് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു 1/2 കിലോ ശർക്കര എടുത്തിട്ട് അത് നന്നായിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് പാവ് കാച്ചാം. പാവ് കാച്ചതിന് ശേഷം അത് നന്നായിട്ട് അരിച്ചെടുത്ത് അത് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിൽ, ഉരുളിയിൽ ഏത് പാത്രത്തിലാണോ വെക്കണമെന്ന് വെച്ചാൽ അതിലാക്കിയിട്ട് സ്റ്റവിൽ വെച്ച് നന്നായിട്ട് തള വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചാൽ ഈ പരിപ്പ് നന്നായിട്ട് നുടച്ച് വെക്കണം കേട്ടോ. ആ പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം 2ാം പാൽ അതിലേക്ക് ഒഴിക്കുക. ഒരു 3 നാളികേരത്തിൻ്റെ പാല് വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ 2ാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അത് സ്റ്റവിൽ നെയ്യ് ഒഴിച്ചിട്ട് നാളികേരക്കൊത്ത് മൂപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 1ാം പാൽ ഒഴിച്ചൊന്ന് തള വന്നാൽ മതി. അപ്പോഴേക്കും ഓഫ് ചെയ്യുക. ചുക്കും ജീരകവും പൊടിച്ചിട്ട് വറുത്തെടുത്ത് നാളികേരക്കൊത്തും നെയ്യും കൂടി ചേർക്കുക. രുചിയൂറും പായസം റെഡി.